സ്വർണം ഇതെങ്ങോട്ടാണ്? ഇന്നും വില വർദ്ധിച്ചു. താഴാനുള്ള സാധ്യത കുറവ്. ഇന്നത്തെ പവൻ വില. കൊച്ചി, കേരളത്തിലെ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ തോതിൽ വില കൂടിയിരുന്നു എങ്കിലും ഇന്ന് നേരിയ വർധനവാണ്. രാജ്യാന്തര വിപണിയിലെ സാഹചര്യങ്ങൾ സ്വർണ്ണവില കുറയാന് പര്യാപ്തമല്ല എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത. ആഭരണം വാങ്ങുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താം. ഇന്ത്യയുടെ കയറ്റുമതി വ്യാപാരം ശക്തിപ്പെട്ടാൽ രൂപയുടെ മൂല്യം ഉയരാൻ വഴിയൊരുങ്ങും. ഇത് നേരിയ തോതിൽ സ്വർണ്ണവില കുറയുന്നതിലേക്ക് നയിക്കും. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ രൂപ സർവകാല റെക്കോർഡ് ഇടിവായ 88.33 എന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അല്പം കയറി 88.10 എന്ന നിരക്കിലെത്തി. ഇന്നത്തെ സ്വർണ്ണവില എത്രയാണ്? വില കുറയണമെങ്കിൽ എന്ത് മാറ്റം വരണം എന്നീ കാര്യങ്ങൾ പറയാം. കേരളത്തില് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 9,725 രൂപയിലെത്തി. പവന് 160 രൂപ കൂടി 77,800 രൂപയുമായി. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,985 രൂപ, 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,215 രൂപ, 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,010 രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ നിരക്ക്. വെള്ളിയുടെ വില 1 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 131 രൂപയിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വെള്ളി. കേരളത്തില് ഇന്ന് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ചരിത്ര നിരക്കിലാണ്. രാജ്യാന്തര സ്വർണ്ണ വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് $3,490 ആയിട്ടുണ്ട്. വൈകാതെ 3,500 കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തില് സ്വർണ്ണവില 78,500 രൂപയിലെത്തും. ഡോളർ മൂല്യം കുറഞ്ഞിരിക്കുന്നതും രൂപയുടെ മൂല്യം തിരിച്ചുകയറാത്തതുമാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം. സ്വർണ്ണവില കുറയണമെങ്കിൽ അമേരിക്ക ഉയർത്തിയ വ്യാപാര പോര്, അമേരിക്കയിലെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കും എന്ന പ്രചാരണം എന്നിവ സ്വർണ്ണവില ഉയർന്നു നിൽക്കാൻ കാരണമാണ്. ഇനി സ്വർണ്ണവില കുറയണം എങ്കിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. അതായത് വിവിധ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷ സാഹചര്യം ഇല്ലാതാകുക, പലിശ നിരക്ക് ഉയർത്തുക, വ്യാപാര തർക്കം പരിഹരിക്കുക, ഡോളർ രൂപ മൂല്യം ഉയരുക തുടങ്ങി ഒരുപിടി മാറ്റങ്ങൾ സംഭവിക്കണം. എല്ലാ മാറ്റവും ഒരുമിച്ച് സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടുതന്നെ സ്വർണ്ണവില താഴുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും നേരിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതിനിടെ ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ കയറി വരുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കാനിടയാക്കും. അതോടെ ഇന്ത്യൻ രൂപ കൂടുതൽ പരിങ്ങലിലാകുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. നാളെ മുതൽ 2 ദിവസം GST കൌൺസിൽ യോഗം ചേരും. GST നിരക്കുകൾ കുറക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ചില വസ്തുക്കളുടെ നികുതി മാത്രം 40% ഉയർത്തും. ഏതൊക്കെ വസ്തുക്കളാണ് ഇതിൽപ്പെടുക എന്നാണ് വ്യാപാരികൾ ഉറ്റുനോക്കുന്നത്. സ്വർണത്തിന്റെ GST കുറയ്ക്കുമോ അതോ ഉയർത്തുമോ എന്നതിനനുസരിച്ച് സ്വർണ്ണവിലയിലും മാറ്റം വരും.